പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഈ ക്ലാസ്സിൽ രണ്ട് പ്രോസസ്സറുകളെ പറ്റിയാണ് പഠിക്കുന്നത്. 80286ഉം 80386. ഇതിൻ്റെ പ്രെഡിസസറായ 80186 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയത് 10 അഡീഷണൽ ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയാണ്. നമുക്ക് എന്താണ് 80286ൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. 80286 ഒരു 16-ബിറ്റ് മൈക്രോ പ്രോസറാണ്. അതിനകത്ത് ഓൺ ചിപ്പ് മെമ്മറി പ്രൊട്ടക്ഷൻ കേപ്പബിലിറ്റീസും ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ചിപ്പിൽ തന്നെ മെമ്മറി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മയായിട്ട് കാണാൻ സാധിക്കുക. ഇത് യഥാർത്ഥത്തിൽ 8086ൻ്റെയും മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെയും ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സർ ആയിട്ട് പരിഗണിക്കാം. ഇത് ആദ്യം ഡിസൈൻ ചെയ്തത് മൾട്ടി യൂസർ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റംസിന് വേണ്ടിയിട്ടാണ്. ഒരേ സമയത്ത് ഒന്നിലധികം ജോലികളും ഒന്നിലധികം യൂസേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 80286 പ്രോസസർ ഡിസൈൻ ചെയ്തത്. രണ്ട് മോഡുകളിൽ ഈ പ്രോസസർ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. റിയൽ അഡ്രസ് മോഡും പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡും. ഇനി എന്താണ് ആ രണ്ട് മോഡുകളെന്ന് നമുക്ക് നോക്കാം. റിയൽ അഡ്രസ്സിംഗ് മോഡിനകത്ത് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ കപ്പാസിറ്റി 1 MB ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 8086നെ പോലെ തന്നെ 1 MB മാക്സിമം അഡ്രസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനകത്ത് ഒബ്ജക്റ്റ് കോഡ് 8086ന് കോമ്പാറ്റിബിൾ ആണ്. 86ൽ ഉപയോഗിക്കുന്ന അതേ കോഡ് ഈ പ്രോസസറിനകത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും. എന്നാൽ പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 MBക്ക് പകരമായി നമുക്ക് 16 MB ഫിസിക്കൽ മെമ്മറി അഡ്രസ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അതുകൂടാതെ വെർച്വൽ അഡ്രസ് സ്പേസായി ഇത് ഫിസിക്കൽ മെമ്മറി അഡ്രസ് സ്പേസാണ് ഞാൻ 16 MB പറഞ്ഞത്. വെർച്വലായിട്ട് 1 GB വരെ ഈ പ്രോസസറിന് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഫിസിക്കലായിട്ട് 16 MB ആക്സസ് ചെയ്യാൻ കഴിയുള്ളെങ്കിലും വെർച്വൽ സ്പേസ് ആയിട്ട്, വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് 16 MB ഉള്ളൂ, പക്ഷേ വെർച്വൽ ആയിട്ട് നമുക്ക് 1 GB വരെയുള്ള ഫയൽസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അത്രയും മെമ്മറി ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെയും സോഴ്സ് കോഡ് 8086ന് കോമ്പാറ്റിബിൾ ആണ്. പക്ഷേ ഈ വെർച്വൽ അഡ്രസ് സ്പേസ് ഉപയോഗിക്കണമെങ്കിൽ ചില മോഡിഫിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെർച്വൽ അഡ്രസ് സ്പേസ് ഇതിനു മുന്നിലുള്ള പ്രോസസറുകൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ചില മോഡിഫിക്കേഷൻസ് സോഫ്റ്റ്വെയറിൽ ഉണ്ടാകണം. 80286 ഇൻസ്ട്രക്ഷൻസ് 8086ൻ്റെ ഇൻസ്ട്രക്ഷനുകളും 80186ൻ്റെ ഇൻസ്ട്രക്ഷനുകളും അവ കൂടാതെ ചില അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് സപ്പോർട്ട് ചെയ്യുകയും മെമ്മറി മാനേജ്മെന്റ് സ്കീംസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. 8086മായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ പെർഫോമൻസ് 5 ഇരട്ടിയോളം ഉണ്ട് എന്ന് കാണും. ഇനി 80286ൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. 4 സെപ്പറേറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇതിനുണ്ട്. 8086ന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ബസ് ഇന്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ട്. ഇവിടെ 4 സെപ്പറേറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് ബസ് യൂണിറ്റ് തന്നെയാണ്, BU എന്ന് അറിയപ്പെടുന്നു. പെർഫോംസ് ഓൾ മെമ്മറി ആൻഡ് IO റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്. അവിടെ മെമ്മറി റിലേറ്റഡും IO റിലേറ്റഡും ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടാണ് ബസ് യൂണിറ്റ് ഉപയോഗിക്കുക. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ആണ്, IU എന്നറിയപ്പെടുന്നു. പ്രീഫെച്ചഡ് ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുകയും എവിടെയാണ് BUവിൽ നിന്നും BU ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുകയും അവ ഡീകോഡ് ചെയ്തതിനു ശേഷം അവയെ ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് ഇടുകയും ചെയ്യുക എന്നുള്ളതാണ് IUവിൻ്റെ ഉത്തരവാദിത്വം. മൂന്നാമതായി എക്സിക്യൂഷൻ യൂണിറ്റ് വരുന്നു. EU എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടാകുന്നു. അവയുടെ ഉദ്ദേശം ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷനെ എടുത്തതിന് ശേഷം ആ ഇൻസ്ട്രക്ഷനെ ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് EUവിൻ്റെ ഉത്തരവാദിത്വം. നാലാമത്തെ യൂണിറ്റ് ആണ് അഡ്രസ് യൂണിറ്റ്. അഡ്രസ് യൂണിറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്, മെമ്മറിയുടെ ഫിസിക്കൽ അഡ്രസ്, IO അഡ്രസ്, അത്തരത്തിലുള്ള അഡ്രസ്സുകളെല്ലാം ജനറേറ്റ് ചെയ്യുക, ബസ് യൂണിറ്റിന് കൃത്യമായി അഡ്രസ്സുകൾ കൈമാറുക, ആ ഉത്തരവാദിത്വങ്ങളെല്ലാം നിർവഹിക്കുന്നത് അഡ്രസ് യൂണിറ്റ് ആണ്. 16 ബിറ്റുള്ള മെഷീൻ സ്റ്റാറ്റസ് വേർഡ് ഉപയോഗിച്ചാണ്
റിയൽ മോഡിൽ നിന്നും പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് രണ്ട് മോഡിൽ വർക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ റിയൽ നിന്നും പ്രൊട്ടക്റ്റഡ് മോഡിലേക്ക് മാറണമെങ്കിൽ 16 ബിറ്റ് മെഷീൻ സ്റ്റാറ്റസ് വേർഡ് അതിനകത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് 80386 പ്രോസസർ എന്താണെന്ന് നോക്കാം. 80386 പ്രോസസർ ഒരു 32 ബിറ്റ് പ്രോസസറാണ്. നിലവിൽ നമ്മൾ കണ്ടതൊക്കെ 16 ബിറ്റ് പ്രോസസർ ആയിരുന്നു. പക്ഷേ ഇവിടെ 32 ബിറ്റ് പ്രോസസ്സിംഗ് ആണ്. ചില ഇംപ്രൂവ്മെന്റ്സ് കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. പ്രോസസർ രജിസ്റ്റേഴ്സും ALUവും ഇവിടെ 32 ബിറ്റ് ആണ് എന്നുള്ളതാണ്. മറ്റിടത്തൊക്കെ നമുക്ക് ചെറുതായിരുന്നു, 16 ബിറ്റ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള പ്രോസസർ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സും ALUവിനും 32 ബിറ്റ് ഓപ്പറേഷൻസ് പാരലായിട്ട് ഒരേ സമയം നടത്താനായിട്ട് കഴിയും. അതായത് 32 ബിറ്റ് വൈഡ് ആയിട്ടുള്ള നമ്പർ അറ്റ് എ ടൈം നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈ 32 ബിറ്റ് അഡ്രസ്സിനെയും ഡേറ്റയെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില മാറ്റങ്ങൾ ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുത്തിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് കഴിയും. മെയിൻ മെമ്മറി ആൻഡ് ഡേറ്റ പാസ് ടു മെമ്മറി ക്യാൻ ബി 16 ബിറ്റ് വൈഡ്. അതും ഒരു നേട്ടമാണ്. പാരലായിട്ട് നമുക്ക് 32 ബിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഡബിൾ ആയിരിക്കും, 2 ടൈംസ് ഫാസ്റ്റർ ആയിരിക്കും. കാരണം നിലവിൽ നമ്മൾ 16 ബിറ്റാണ് ഒരു സമയം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പറേഷനുകൾക്ക് വേണ്ടി. ഇവിടെ നമുക്ക് ഒരു സമയം 32 ബിറ്റ്, അതിന്റെ ഇരട്ടി ബിറ്റ് ഒരു സമയം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെക്കൻഡിൽ നേരത്തെ ഒരു 16 ബിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതേ ഒരു സെക്കൻഡിൽ 32 ബിറ്റും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ പെർഫോമൻസ് ഡബിൾ ആവുന്നെന്ന് കാണാനായിട്ട് കഴിയും. മാക്സിമം സൈസ് ഓഫ് ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത് 16 MB നിന്നും 4 GB മാറുന്നു. നേരത്തെ നമ്മൾ 16 GB ആണ് മാക്സിമം പറഞ്ഞു, എന്നിട്ട് 16 MB പറഞ്ഞു, എന്നിട്ട് മാക്സിമം 1 GB വെർച്വൽ സ്പേസ് ആണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഇവിടെ പക്ഷേ ഫിസിക്കൽ മെമ്മറി തന്നെ 16 MB നിന്ന് 4 GB മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ? സാധാരണ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന പ്രോസസറുകൾ ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും ഇത് 32 ബിറ്റ് ആണ്, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കും 32 ബിറ്റ് സപ്പോർട്ട്. അപ്പോൾ പറയുന്നത് ഇതിനകത്ത് 64 ബിറ്റ് ആപ്ലിക്കേഷനാണ്. അത്തരത്തിൽ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടായി വരുമ്പോൾ അത്തരം ആപ്ലിക്കേഷനും പ്രോഗ്രാമുകളും എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അത്തരം സംവിധാനങ്ങൾ അതുകൊണ്ടാണ് ഓരോ വെർഷൻസ് വരുമ്പോഴും പുതിയ പുതിയ മെമ്മറി ആക്സസിങ് മെക്കാനിസവും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ ആർക്കിടെക്ചറും ഒക്കെ മാറുന്നത്. ബേസിക് ആർക്കിടെക്ചർ റീറ്റെയിൻ ചെയ്യുന്നു, പക്ഷേ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. സംശയമൊന്നും വേണ്ട, 32 ബിറ്റായിട്ട് പ്രോസസ് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ സ്പീഡ് ഫാസ്റ്റർ ആകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓൺ ചിപ്പ് മെമ്മറി മാനേജ്മെന്റ് സപ്പോർട്ട് പേജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനകത്തും ഓൺ ചിപ്പ് മെമ്മറി മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ട്, അത് പേജിങ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. 80386നെ സംബന്ധിച്ചിടത്തോളം 2 വേർഷനുകളിൽ 80386 പ്രോസസർ തന്നെ ഇറങ്ങുന്നു. ഒരേ പേരിൽ 2 വേർഷൻ ഇറങ്ങുന്നു. 80386DXും അതിനെ ഫുൾ വേർഷൻ എന്ന് പറയുന്നു, SX എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ബെസ്റ്റ് വേർഷൻ. നമ്മൾ കണ്ടില്ലേ, കാറുകൾ ഇറങ്ങുമ്പോൾ ഒരേ പേരിൽ തന്നെ കാർ ഇറങ്ങുന്നു, പക്ഷേ LXI അല്ലെ, LDI എന്നൊക്കെ പറഞ്ഞ് VXI എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഡലുകൾ ഉണ്ടാകുന്നത് പോലെ 80386നെ സംബന്ധിച്ചിടത്തോളം 2 വേർഷനുകളുണ്ട്, ഫുൾ വേർഷനും ഉണ്ട്, റെഡ്യൂസ്ഡ് ബെസ്റ്റ് വെർഷനും ഉണ്ട് എന്ന് കാണാം. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ബോത്ത് വെർഷനും ഒരുപോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഡ്രസ് ചെയ്യുന്ന ബസിന്റെ സൈസ്, അഡ്രസ് ഡേറ്റാ ബസിന്റെയും സൈസുകളിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് കാണാനായിട്ട്. 80386DS സെപ്പറേറ്റ് 32 ബിറ്റ് ഡേറ്റാ ബസ്, എക്സ്റ്റേണൽ ഡേറ്റാ ബസും അഡ്രസ് ബസും ഉണ്ട് എന്ന് കാണാനായിട്ട്. എന്നാൽ DXനകത്ത് നോക്കുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് 16 ബിറ്റ് ഡേറ്റാ ബസും അഡ്രസ് ബസ് ആണെങ്കിൽ 24 ബിറ്റ് വരത്തുള്ളൂ. ഈ സ്ഥാനത്ത് DX ആയിരുന്നെങ്കിൽ രണ്ടും 32 ബിറ്റ് ഉണ്ടാകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. SX ഡെവലപ്ഡ് ആഫ്റ്റർ DX. അപ്പോൾ SX DXന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ്. ഫോർ ആപ്ലിക്കേഷൻ ദാറ്റ് ഡിഡ് നോട്ട് റിക്വയർഡ് എക്സ്റ്റേണൽ 32 ബിറ്റ് ബസ്. അപ്പോൾ DX ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലായി ചില മെജോറിറ്റി ഓഫ് ആപ്ലിക്കേഷനിൽ നമുക്ക് 16 ബിറ്റ് ബസിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റെഡ്യൂസ്ഡ് ബസ് വെർഷൻ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് SX രൂപവൽക്കരിക്കുന്നതും. 32 ബിറ്റിൽ നിന്നും 16 ബിറ്റ് എക്സ്റ്റേണൽ ഡേറ്റയും 24 ബിറ്റ് അഡ്രസ് ഡേറ്റയും അഡ്രസ് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് അത്തരം പ്രോസസറുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. SX ക്യാൻ അഡ്രസ് അപ് ടു 16 MB ഓഫ് ഫിസിക്കൽ മെമ്മറി സ്പേസ് അല്ലേ. അപ്പോൾ 16 MB മെമ്മറി വരെ SXനെ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും.
രണ്ട് ബാങ്കായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുക. രണ്ട് ബാങ്ക് എന്ന് പറയുന്നത് രണ്ട് ലൈനായിട്ടാണ് മെമ്മറി ക്രമീകരിച്ചിരിക്കുന്നത്. 8 MB സ്വാഭാവികമായിട്ടും ഒരു ലൈനിനകത്ത്, ഒരു ബാങ്കിനകത്ത് 8 MB, അടുത്ത ബാങ്കിനകത്ത് 8 MB, അങ്ങനെ 16 MB അഡ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നു. DX-നാണെങ്കിൽ അതേ സ്ഥാനത്ത് 4 GB ഫിസിക്കൽ മെമ്മറി സ്പേസ് പറ്റുന്നു. ഇവിടെ 4 ബാങ്കുകളായിട്ടാണ് ക്രമീകരിച്ചത്. ഒരു ബാങ്കിന്റെ ഒരു മെമ്മറി കാർഡ് മേടിക്കുക, അങ്ങനെ 4 കാർഡ് ഇടാനായിട്ടുള്ള സ്ലോട്ട് മദർ ബോർഡിൽ ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് വ്യത്യാസം. 16 MB-യും 4 GB-യും വളരെ ഉയർന്ന മെമ്മറി റിക്വയർമെന്റ് ഉള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടി വരുമ്പോൾ DX നമ്മൾ ഉപയോഗിക്കേണ്ടതായി വരും. ബോത്ത് SX ആൻഡ് DX ഹാവ് വെർച്വൽ അഡ്രസ് സ്പേസ് ഓഫ് 64 TB വെർച്വൽ സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഈ SX-നും DX-നും വെർച്വലി ഫിസിക്കലായിട്ട് 16-ഉം 4 GB പറ്റുള്ളൂ, എങ്കിലും വെർച്വലി 64 TB ആക്സസ് ചെയ്യാനായിട്ട് പറ്റാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. 80386 ക്യാൻ വർക്ക് ഇൻ 3 മോഡ്സ്. 3 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. റിയൽ അഡ്രസ് മോഡും പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡും പുതിയൊരു മോഡൂടെ ആഡ് ചെയ്യുന്നു, വെർച്വൽ 8086 മോഡ്. അല്ലെ, റിയലും പ്രൊട്ടക്റ്റഡ് നമ്മൾ നേരത്തെ കണ്ടു, പക്ഷേ ഇവിടെ വെർച്വൽ 8086 മോഡും ഉണ്ടാവും. വിൽ എൻ്റർ റിയൽ അഡ്രസ് മോഡ്. റിയൽ അഡ്രസ് മോഡിൽ ആഫ്റ്റർ ഹാർഡ്വെയർ റീസെറ്റ്, ഒരു ഹാർഡ്വെയർ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് റിയൽ അഡ്രസ് മോഡിലേക്കായിരിക്കും. ആൻഡ് ആ മോഡ്യൂള് 8086-നേക്കാളും ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പുതിയ ചില ഇൻസ്ട്രക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഏത് മോഡ്? റിയൽ അഡ്രസ് മോഡ്. അല്ലെ, അപ്പോൾ ഒരിക്കലും നമ്മൾ കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് റിയൽ അഡ്രസ് മോഡിലായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ചില പുതിയ ഇൻസ്ട്രക്ഷൻസിന്റെ അഡീഷൻസും ഉണ്ടാകുന്നു എന്ന് കാണാം. റിയൽ അഡ്രസ് മോഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇനിഷ്യലൈസേഷൻ ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡ്. അപ്പോൾ അതിനകത്ത് വെർച്വൽ അഡ്രസ് മോഡിലേക്ക് ആദ്യം റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിയൽ അഡ്രസ് മോഡിലേക്ക് എത്തുന്നു. അവിടെ വന്നിട്ട് നമുക്ക് പ്രൊട്ടക്റ്റഡ് വെർച്വൽ അഡ്രസ് മോഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നു ചില നിർദ്ദേശങ്ങളുടെ സഹായത്തോടെ. PVM80386 32-bit പ്രോസസ്സിംഗ് ആണ് നടത്തുക. ആൻഡ് ഓൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് 80386 ആർ അവൈലബിൾ. അല്ലെ, PVAM-നകത്ത് 8086 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ ഫീച്ചേഴ്സും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണാം. PVM-ൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോസസർ ക്യാൻ സ്വിച്ച് ടു വെർച്വൽ മോഡ്. അപ്പോഴും വെർച്വൽ മോഡിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. പ്രൊട്ടക്റ്റഡ് വെർച്വൽ മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് എവിടേക്ക് സ്വിച്ച് ചെയ്യാം? വെർച്വൽ തേർഡ് മോഡായ വെർച്വൽ അഡ്രസ് മോഡിൽ 8086 മോഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനെ V86 മോഡ് എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് തിരിച്ച് PVM-AM-ലേക്ക് വരികയും ചെയ്യാം. PVM-AM-ലേക്ക് കയറുക, റിയൽ മോഡിൽ കയറുക, അവിടെ നിന്ന് PVAM-ലേക്ക് എത്തുക. PVM മോഡിൽ നിന്ന് തേർഡ് മോഡായ V86 മോഡിലേക്ക് പോകാനും V86 നിന്ന് തിരിച്ച് PVAM-ലേക്ക് മടങ്ങിയെത്താനും നമുക്ക് കഴിയും. In V86 mode, the processor can run 8086 applications with the protected features of 8086. അല്ലെ, 8086-ന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം, റൺ ചെയ്യാം. പക്ഷെ ചില ഫീച്ചേഴ്സ് അല്ലെ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ്, ചില 800386-ന്റെ ഫീച്ചേഴ്സ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നടത്താനായിട്ട് കഴിയും. ഇനി എന്താണ് 800386-ന്റെ ആർക്കിടെക്ചർ? 800386-ൽ ഹാസ് ഗോട്ട് ഹൈലി പൈപ്പ്ലൈൻഡ് ആർക്കിടെക്ചർ. പൈപ്പ്ലൈൻഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് ഉപയോഗിക്കുന്നത്. 6 ഫങ്ഷണൽ യൂണിറ്റ്സ് പാരലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്, പാരലായിട്ടുള്ള പ്രോസസ്സിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒരേ സമയം പല പൈപ്പ് ലൈനുകൾ, ഒരു ലൈനിൽ കൂടെ വെള്ളം കൊണ്ടുപോയിരുന്നതിന് പകരമായിട്ട് പല ലൈനുകൾ. അങ്ങനെ 6 ഫങ്ഷണൽ യൂണിറ്റ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു യൂണിറ്റിനും വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവ ചെയ്യുന്ന ധർമ്മങ്ങൾ ഫെച്ചിങ്, ഡീകോഡിംഗ്, എക്സിക്യൂഷൻ, മെമ്മറി മാനേജ്മെന്റ് ആൻഡ് ബസ് ആക്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 6 യൂണിറ്റും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. 6 യൂണിറ്റുകൾ ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് ബസ് ഇന്റർഫേസ് യൂണിറ്റ്, ജനറേറ്റ് സിഗ്നൽസ് ഫോർ മെമ്മറിയും ഇന്റർഫേസിനും വേണ്ടിയുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് യൂണിറ്റ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ആർ പ്രീഫെച്ച്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദി 16-byte കോഡ് ക്യൂ. ഇൻസ്ട്രക്ഷൻ ഫെച്ച്, പ്രീഫെച്ച് യൂണിറ്റ് ചെയ്യുന്നത് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്തിട്ട് എവിടെ ഇടുന്നു? ഇൻസ്ട്രക്ഷൻ 16-byte കോഡ് ക്യൂവിനകത്ത് ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഇൻസ്ട്രക്ഷൻ കോഡ് യൂണിറ്റ് ആണ് ഈ ഫെച്ച് ചെയ്ത് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് യൂണിറ്റ് ഫെച്ച് ചെയ്ത് കോഡ് ക്യൂവിനകത്ത് ഇട്ടിരിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തിട്ട് അതിനെ ഡീകോഡ് ചെയ്യുന്നു. അതെന്തിനാണെന്ന് മനസ്സിലാക്കും. ദ ഡീകോഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ദെൻ സ്റ്റോർഡ് ഇൻ ദി ക്യൂ ഇൻ ദി ഡീകോഡിംഗ്. അവിടെ ക്യൂവിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എടുക്കുന്നു, ഡീകോഡ് ചെയ്യുന്നു, ക്യൂവിൽ തന്നെ തിരിച്ച് സ്റ്റോർ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും.
നാലാമത്തെ യൂണിറ്റ് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഓരോ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുന്നു അല്ലെ, എന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നു എന്ന് കാണുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ യൂണിറ്റ്, ഡേറ്റ യൂണിറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ടെസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റിനകത്ത് 3 യൂണിറ്റുകൾ, സബ് യൂണിറ്റുകളുണ്ട്. കൺട്രോൾ യൂണിറ്റും ഡേറ്റ യൂണിറ്റും പ്രൊട്ടക്ഷൻ ടെസ്റ്റ് യൂണിറ്റും. അവസാനത്തെ 2 യൂണിറ്റാണ് സെഗ്മെന്റേഷൻ ആൻഡ് പേജിംഗ് യൂണിറ്റ്. റിയൽ അഡ്രസ്സിംഗ് മോഡിനകത്ത് ദ പേജിംഗ് ഈസ് ഡിസേബിൾ. റിയൽ അഡ്രസ്സിംഗ് മോഡിൽ നിങ്ങൾ ഒന്നാമത്തെ മോഡിൽ അല്ലെ പേജിംഗ് ഡിസേബിൾ ചെയ്തിരിക്കുന്നത്. പേജിങ്ങിലൂടെ നമുക്ക് 1 പേജസ് ആയിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട്, പേജസ് 1 by 1 ആയിട്ട്. ആൻഡ് ദ സെഗ്മെന്റേഷൻ യൂണിറ്റ് കമ്പ്യൂട്ട്സ് എ അഡ്രസ് സിമിലർ ടു ദാറ്റ് ഓഫ് 8086. 8086നെ പോലെ തന്നെ അഡ്രസ് ഇവിടെ സെഗ്മെന്റേഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. In PVM, രണ്ടാമത്തെ മോഡൽ, the segmentation unit computes 32-bit linear address using an offset, selector and descriptor. Selector, descriptor, offset ഇതിന്റെ സഹായത്തോടുകൂടി PVM മോഡൽ സെഗ്മെന്റേഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? 32-bit linear അഡ്രസ് കണ്ടുപിടിക്കുന്നു എന്ന് കാണുന്നു. നേരത്തെ നമ്മൾ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റും ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഓഫ്സെറ്റും സെലക്ടറും ഡിസ്ക്രിപ്റ്ററും ഉപയോഗിച്ചിട്ട് ലീനിയർ അഡ്രസ് കണ്ടുപിടിക്കുന്നത് കാണും. ഇനി എന്താണ് അവയുടെ രജിസ്റ്ററുകളുടെ പ്രത്യേകത എന്ന് നോക്കാം. 808386 രജിസ്റ്ററുകൾ. രജിസ്റ്റേഴ്സിനെ 7 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ ജനറൽ പർപ്പസ് രജിസ്റ്റർ, 8 അല്ലെ 32-bit രജിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. EAX, EBX, ECX, EDC, ESI. നേരത്തെ നമ്മൾ പഠിച്ച രജിസ്റ്ററിനൊക്കെ ഒരു ചേർത്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നു. നേരത്തെ നമ്മൾ വെറുതെ എക്സ് എന്ന് കൊടുത്തപ്പോൾ 16-bit ആയിരുന്നു. ഇവിടെ EAX എന്ന് കൊടുത്തപ്പോൾ അത് 32-bit രജിസ്റ്റർ ആയി. അങ്ങനെയുള്ള 8 രജിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ബാക്കി ശരി തന്നെയാണ്. CX, DX, SI, DI, EPB, ESP. SP ഉണ്ടായിരുന്നു. ബേസ് പോയിന്റർ, സ്റ്റാക്ക് പോയിന്റർ, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് നിങ്ങൾക്കെല്ലാം അറിയാം. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് 16-bit ഇതിൽ നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ നേരത്തെ ഉപയോഗിക്കുന്ന പോലെ AX, BX, DX, CX എന്ന് ഉപയോഗിച്ചാൽ മതി. നമുക്ക് 16-bit രജിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഈ 32-bit രജിസ്റ്ററുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് അവിടെ വന്നിട്ട് 8-bit രജിസ്റ്റേഴ്സ് വേണമെങ്കിൽ നേരത്തെ നമ്മൾ 8086 പഠിച്ചതുപോലെ AH, AL, BH, BL അങ്ങനെ നമുക്ക് 8-bit രജിസ്റ്റർ ആയിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 32-bit രജിസ്റ്റേഴ്സ് ആയിട്ട് ആക്സസ് ചെയ്യാം, 16 ആയിട്ട് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, 8-bit ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് നേരത്തെ കണ്ടതുപോലെ തന്നെ 4 സെഗ്മെന്റ് രജിസ്റ്റർ ES, SS അല്ലെ CS, SS, DS, ES 0 ആൻഡ് 2 അഡീഷണൽ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ES വരെ ഉണ്ടായിരുന്നുള്ളൂ. കോഡ് സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, ഡേറ്റ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ് ആയിരുന്നു. ഇവിടെ FSഉം GSഉം കൂടെ അടുത്ത് വരുന്നു എന്നുള്ളതാണ്. 2 സെഗ്മെന്റ് രജിസ്റ്റർ വരുന്നു, FSഉം GSഉം. ഇനി ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആൻഡ് ഫ്ലാഗ് രജിസ്റ്റർ ആണ് അടുത്തത്. 808386ന് 32-bit ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ് ഉള്ളത്. അതിന് EIP എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ IP എന്ന് പഠിച്ചു. ഇവിടെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ 16-bit അല്ല 32-bit ആണ്. അതുകൊണ്ട് അതിന് EIP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് രജിസ്റ്ററിന് മുന്നേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 32-bit എന്ന് നമുക്ക് ഏകദേശം ഓർത്തിരിക്കാൻ കഴിയും. ഇനി ഫ്ലാഗ് രജിസ്റ്ററുകളെ തന്നെ നേരത്തെ പോലെയല്ല, ഇവിടെ ഫ്ലാഗുകളെ തന്നെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റസ് ഫ്ലാഗിനകത്താണ് ഈ ഫ്ലാഗുകൾ നമ്മൾ പഠിച്ചതാണ്. CF, AF, PF, ZF, SF, OF ഇത്രയും സാധനങ്ങൾ സ്റ്റാറ്റസ് ഫ്ലാഗായിട്ട് റീറ്റെയിൻ ചെയ്യും. കൺട്രോൾ ഫ്ലാഗ് എന്ന് പറയുന്നതാണ് TF അല്ല ട്രാപ്പ് ഫ്ലാഗും ഡയറക്ഷൻ ഫ്ലാഗും ഇന്ററപ്റ്റ് ഫ്ലാഗും കൺട്രോൾ ഫ്ലാഗായിട്ട് നിൽക്കുന്നു. പിന്നെ വരുന്ന അഡീഷണൽ ഫ്ലാഗ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല. അതിൽ ഓക്സിലറി ക്യാരി മാത്രമേ നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ. ID, VIP, AC, VM, RF, NT, IOPL ഇത്രയും സിസ്റ്റം ഫ്ലാഗുകളും ഈ 808386 ഉപയോഗപ്പെടുത്തുന്നു. ദീസ് ഫ്ലാഗ് കൺട്രോൾ IO ആക്സസ്. ഈ ഫ്ലാഗുകൾ ഉപയോഗിച്ച് IO ആക്സസ് നമ്മൾ നിയന്ത്രിക്കും, കൺട്രോൾ ചെയ്യുന്നു. ഇന്ററപ്റ്റിനെ മാസ്ക് ചെയ്യുന്നു, ഡീബഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, ടാസ്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓപ്പറേറ്റിംഗ് മോഡ് മാറ്റാനായിട്ട് നമുക്ക് ഈ ഫ്ലാഗുകൾ സഹായമാകുന്നു എന്ന് കാണും. ഇനി കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ്. കൺട്രോൾ രജിസ്റ്ററിനകത്ത് CR0, CR1, CR2 ആൻഡ് CR3 4 32-bit കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. സിസ്റ്റം ആൻഡ് അഡ്രസ് ആൻഡ് സെഗ്മെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് 2 32-bit അഡ്രസ് രജിസ്റ്റർ ആണ്. അതിൽ ഒന്നാമത്തത് ഗ്ലോബൽ ഡിസ്ക്രിപ്റ്റർ ടേബിൾ രജിസ്റ്ററും GDTR-ഉം, അടുത്തത് ഇന്ററപ്റ്റ് ഡിസ്ക്രിപ്റ്റർ ടേബിൾ രജിസ്റ്ററുമാണ് DTR. അതിനുശേഷം സെഗ്മെന്റ് രജിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് 2 16-bit സെഗ്മെന്റ് രജിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് ലോക്കൽ ഡിസ്ക്രിപ്റ്റർ ടേബിൾ രജിസ്റ്ററും അടുത്തത് ടാസ്ക് രജിസ്റ്ററും TR. ലാസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഡീബഗ് ആൻഡ് ടെക്സ്റ്റ് രജിസ്റ്റർ ആണ്. 808386ന് 8 32-bit ഡീബഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. DR0 മുതൽ DR7 വരെ. 2 32-bit ടെക്സ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, TR6ഉം TR7ഉം. ഇതോടുകൂടി
നമ്മൾ 386ന്റെ ഡിസ്കഷൻ അവസാനിപ്പിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ എസ്ഐയിൽ ചോദിക്കാനാണ് ചാൻസ്. ഡിസ്കസ് അബൌട്ട് 80, 186, 286, 386, 486 അങ്ങനെ ചോദിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. ഈ പ്രോസസ്സറുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇവയുടെ ഫീച്ചേഴ്സും ഇവയുടെ പ്രത്യേകതകളും തൊട്ട് മുന്നത്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്ത് അഡീഷനാണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഈ പ്രോസറിനെ പറ്റി പഠിക്കേണ്ടതായിട്ടില്ല. കാരണം 8086 ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പിന്നെ ഓരോ പ്രോസറിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത് ഓരോ പ്രത്യേകം പേപ്പറായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഈ 4ാമത്തെ യൂണിറ്റിൽ ഇത്തരം പ്രോസറുകളെ അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഫുൾ ഫോം ഒക്കെ ഓർത്തിരിക്കുക. ചില 1 വേർഡ് 1 മാർക്ക് ചോദ്യങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി.